ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഇന്നാണ്. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് രാവിലെ 9 മണിക്ക് മന്ത്രി പി രാജീവ് അത്തച്ചമയ പതാക വീശും. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് തൃപ്പൂണിത്തുറയിൽ നിന്ന് വിശദാംശങ്ങളുമായി. നിതിൻ, അങ്ങനെ വലിയ ആഘോഷങ്ങളില്ലെങ്കിലും അത്തച്ചമയ ഘോഷയാത്ര അതിൻ്റെ പ്രൗഢി കുറയാതെ നടത്തുന്നുണ്ട് ഇത്തവണയും. അത് ഒരു പ്രതീക്ഷയുടെ കൂടി വിളംബരമാണ്. എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ? ഗോകുൽ, ഗുഡ് മോർണിംഗ്. പ്രതീക്ഷയുടെയും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും കൂടി പ്രതീകമാണ് എന്തായാലും അത്തച്ചമയ ആഘോഷം. നമുക്കറിയാം, ഇതൊരു അതിജീവനത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അതിജീവനത്തിന്റെ കാലഘട്ടത്തിൽ അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഓണാഘോഷം എന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഗോകുൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇന്ന് രാവിലെ 9 മണിക്ക് ഞാൻ ഈ നിൽക്കുന്ന തൃപ്പൂണിത്തുറ ബോയ്സ് ഗ്രൗണ്ടിൽ വെച്ച് ഈ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഇന്നലെയാണ് കൊച്ചി രാജകുടുംബത്തിൽ നിന്ന് ഇന്നലെ അത്തപ്പതാക സ്വീകരിച്ചിരുന്നു. അത്തപ്പതാകയുമായി വന്ന കൊടിമരം ഇന്നലെ തന്നെ നാട്ടി. ഇന്ന് രാവിലെ 9 മണിയോട് തന്നെ അത്തപ്പതാക ഇവിടെ ഉയർത്തും. അതിനുശേഷം ഉദ്ഘാടന ചടങ്ങുകളാണ്. ഉദ്ഘാടന ചടങ്ങ് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഹൈബീഡൻ ഈ ആഘോഷങ്ങൾക്കെല്ലാം തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷമാണ് പിന്നീട് ഈ നഗരവീതിയിലാകെ, രാജവീതിയിലാകെ ഈ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപ്രകടനവും അതോടൊപ്പം തന്നെ നിശ്ചല ദൃശ്യമെല്ലാം തന്നെ ഉണ്ടാവുക. രാവിലെ 10 മണിയോട് തന്നെ തൃപ്പൂണിത്തുറയിലെ ഈ ഒരു നഗരത്തിലൂടെ ഘോഷയാത്ര ആരംഭിക്കും. പിന്നീട് മണിക്കൂറുകളോളം ഈ തൃപ്പൂണിത്തുറ നഗരമാകെ അത് സഞ്ചരിച്ച് ഇതേ ഗ്രൗണ്ടിൽ തന്നെ, അത്തം നഗരിൽ തന്നെ അവസാനിക്കും. അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് തൃപ്പൂണിത്തുറയിൽ പ്രാദേശിക അവധിയാണ്. ഇത് കേവലം തൃപ്പൂണിത്തുറക്കാരുടെ മാത്രം ആഘോഷമല്ല, എറണാകുളക്കാരുടെയും ആഘോഷമല്ല, ഇത് കേരളക്കാരുടെ ഒന്നാകെ തന്നെ ആഘോഷമാണ്. കാരണം മലയാളികൾക്ക് ഓണത്തിന്റെ വരവറിയിക്കുന്നതാണ് അത്തഘോഷയാത്ര. അതുകൊണ്ട് തന്നെ അത് എല്ലാ പ്രൗഢിയോടുകൂടി തന്നെ, കാരണം പതിറ്റാണ്ടുകളുടെ പെരുമയുള്ള ഒരു ആഘോഷമാണ് അത്തഘോഷയാത്ര. അതിന്റെ എല്ലാ പ്രൗഢിയോടും തന്നെ ഇത്തവണയും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പരിപാടികളെല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിൽ അരങ്ങേറും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഗ്രൗണ്ടിൽ ഇവിടെ ഈ എക്സിബിഷൻ എല്ലാം തന്നെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന എക്സിബിഷൻ സ്റ്റാളുകളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മഴയാണ്, പക്ഷേ ആ മഴയും മാറി നിന്നുകൊണ്ട് അതിനെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു ആഘോഷം തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു തൃപ്പൂണിത്തുറ നഗരത്തിലാകെ ഉണ്ടാവുക. ഈ ഒരു ഘോഷയാത്ര കാണാൻ എറണാകുളത്ത് പുറമെയുള്ള ആളുകൾ പോലും ഇവിടെ എത്താറുണ്ട്. എന്തായാലും വലിയ ആഘോഷത്തോട് തന്നെ ഈ ചടങ്ങുകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായുള്ള എല്ലാ നടപടികളും ഇതിനും തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് കൊച്ചി രാജകുടുംബത്തിൽ നിന്ന് പ്രതിനിധിയിൽ നിന്ന് അത്തപതാക സ്വീകരിച്ചുകൊണ്ട് ചെയർപേഴ്സൺ ഇവിടെ എത്തിച്ചത്. അതിനുശേഷം ഇവിടെ കൊടിമരം നാട്ടി ഇനിയിപ്പോൾ ഇന്ന് രാവിലെ അത്തപതാക ഉയർത്തും. എന്തായാലും വലിയ ആഘോഷത്തോടെ തന്നെ ഈ ഒരു അത്തം ഘോഷയാത്ര സംഘടിപ്പിക്കും. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 1000-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്നതാണ്. അതിൽ തെയ്യം, അതോടൊപ്പം തന്നെ ശിങ്കാരിമേള, കാവടിയാട്ടം അടക്കമുള്ള പല കലാരൂപങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. കൂടാതെ പ്ലോട്ടുകളെല്ലാം തന്നെ അണിനിർത്തിക്കൊണ്ട് ഈ തൃപ്പൂണിത്തുറയിലെ രാജവീതിയിലാകെ ഒരു ആഘോഷമായി തന്നെ കൊണ്ടുപോകും. ഇതിൽ അവശേഷിക്കുന്ന തുക അത് വയനാട്ടിലെ അതിജീവനത്തിന് വേണ്ടി, വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി നീക്കിവെക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ അത്തഘോഷയാത്ര ഉണ്ടാകുക നേരത്തെ തന്നെ നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനും തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറ നഗരത്തിലാകെ അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി രാവിലെ 8:00 തന്നെ അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. 9 മണിയോട് തന്നെ ഇവിടെ ഈ പതാക ഉയർത്തിയാണ് ഈ ആഘോഷങ്ങൾക്കെല്ലാം തുടക്കമാവുക. പി രാജീവാകും ഈ പതാക ഉയർത്തുക. അതിനുശേഷം എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. എന്തായാലും വലിയ ആഘോഷമായി തന്നെ മലയാളികളുടെ ഓണത്തെ അത് മാറ്റാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും എല്ലാം തന്നെ പ്രതീകമാണ് ഓണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ജനകീയ അത്തഘോഷയാത്ര അതിന്റെ എല്ലാ പ്രൗഢിയോടുകൂടി തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കോവിഡ് കാലത്തായിരുന്നു ഇതിന്റെ ചടങ്ങുകൾ വെട്ടിച്ചുരുക്കി ഈ അത്തഘോഷയാത്ര സംഘടിപ്പിച്ചത്. പക്ഷേ ഇക്കുറി വയനാടിന്റെ അതിജീവനം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു അത്തഘോഷയാത്ര അതിന്റെ എല്ലാ പ്രൗഢിയോടും തന്നെ സംഘടിപ്പിക്കും. പക്ഷേ അവരെയും കൂടി ചേർത്ത് പിടിച്ച ഒരു ഓണത്തിൽ തന്നെയാണ് ഇക്കുറി ഇവിടെ തുടക്കമാവുക. എന്തായാലും ഇനിയുള്ള 10 നാൾ മലയാളികൾക്ക് ഓണത്തിന്റെ ഒരു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്നിവിടെ മുതൽ. നിതിൻ, പൊതുവേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാര്യമായ മഴയില്ലായിരുന്നു. ഇന്ന് പുലർച്ചെ എന്താണ് ഒരു കാലാവസ്ഥ? മഴ ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉയർത്തുന്നുണ്ടോ?
ഗോകുൽ, ഇന്നലെ ഇവിടെ മഴയുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ രാവിലെ വന്ന സമയത്തെല്ലാം തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഴ അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ആഘോഷങ്ങൾക്കെല്ലാം തന്നെ ഒരു മാറ്റ് കുറയ്ക്കുമോ എന്നുള്ള ആശങ്ക മഴ ഒരു ഭീഷണിയായി തന്നെ ഉയർത്തുന്നുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തന്നെ തൃപ്പൂണിത്തുറ മേഖലയിലടക്കം അത്യാവശ്യം നല്ല മഴ പെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടും സമാനമായി തന്നെ ഈ അത്തഘോഷയാത്രയുടെ ഭാഗമായുള്ള ഈ കൊടിമരം കൊണ്ടുവരുന്ന സമയത്തും അത്തരത്തിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ മഴയുണ്ടെങ്കിൽ പോലും ആ ആഘോഷങ്ങളും അതിൻ്റെ ഒന്നും തന്നെ ഒരു കുറവുമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പൊതുവെ ഈ അത്തം ഘോഷയാത്രയിൽ നമ്മൾ കണ്ട കാഴ്ചകൾ. സമാനമായി തന്നെ ഇക്കുറിയും അതേ പ്രൗഢിയോട് തന്നെ ഈ ആഘോഷം അങ്ങനെ മാറ്റാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും മഴ മാറി നിൽക്കും എന്ന് തന്നെയാണ് ഇതിനെ പ്രതീക്ഷിക്കുന്നത്. കാരണം നിരവധി പേരാണ് അത്തഘോഷയാത്ര കാണാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കുറിയും അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെ മഴ മാറി നിന്ന് ഈ അത്തഘോഷയാത്ര സംഘടിപ്പിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും നഗരസഭാ അധികൃതരടക്കം പങ്കുവയ്ക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി മഴ പെയ്യുമോ എന്നുള്ളൊരു ആശങ്ക നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഉണ്ട്. പക്ഷേ എങ്കിലും അതിന്റെ എല്ലാ പ്രൗഢിയോടെ തന്നെ ഇത് അത്തഘോഷയാത്ര ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആരംഭിക്കാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗോകുൽ, ഇത് മാത്രമല്ല, ഈ ഓണാഘോഷം പലയിടത്തും വേണ്ട എന്ന് സർക്കാർ തന്നെ അങ്ങനെ ആഘോഷിക്കേണ്ടതില്ല ഇത്തവണ എന്ന് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തീരുമാനമെടുത്തപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധം ഉയർന്നത് കലാകാരന്മാരുടെയൊക്കെ ഭാഗത്തു നിന്നാണ്. പക്ഷേ പിന്നീട് ആ തീരുമാനത്തിലൊക്കെ ഇളവ് വരുത്തുന്നുണ്ട്. ഇപ്പോൾ അത്തച്ചമയവും മനോഹരമായി തന്നെ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ നടത്തുന്നു. എന്നാൽ വലിയ ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ മറ്റ് വർണ്ണാഭമായ കാഴ്ചകൾക്കൊന്നും കുറവ് വരില്ലല്ലോ, അല്ലേ? ഗൂഗിൾ അങ്ങനെ ഉണ്ടാകില്ല. കാരണം വർണ്ണാഭമായ കാഴ്ചകൾക്ക് ഒട്ടും കുറവ് വരുത്താതെ തന്നെയാകും ആഘോഷം ഉണ്ടാവുക. പക്ഷേ പ്ലോട്ടുകളുടെ എല്ലാം തന്നെ കലാരൂപങ്ങളുടെ എല്ലാം എണ്ണം കുറച്ചാണ് ഇത്തവണത്തെ ആഘോഷമെന്ന് നേരത്തെ തന്നെ നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഒരു മഹാദുരന്തം തന്നെയാണ് വയനാട്ടിലെ മുണ്ടക്കയിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദുരന്തം ബാധിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇക്കുറി ആഘോഷങ്ങളില്ലാതെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത് ഓണം. പക്ഷേ നമുക്കറിയാം, മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അത്തം ഘോഷയാത്ര. സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ മലയാളികൾക്ക് ഓണത്തിന്റെ വരവറിയിക്കുന്ന ഈ ഒരു അത്തം ഘോഷയാത്ര അത് എല്ലാ പ്രൗഢിയോടുകൂടി തന്നെ വർണ്ണാഭമായ എല്ലാ കാഴ്ചകളോടുകൂടി തന്നെ ഇവിടെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ 1000-ലധികം കലാകാരന്മാർ ഇതിനും തന്നെ തൃപ്പൂണിത്തുറയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് പിന്നിലുള്ള സ്കൂളിലാണ് കലാകാരന്മാരെല്ലാം തന്നെ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രൗഢിയോടുകൂടി തന്നെ വർണ്ണാഭമായ കാഴ്ചയോടുകൂടി തന്നെ ഈ അത്തം ഘോഷയാത്ര അതിന്റെ മാറ്റൊട്ടും തന്നെ കുറയാതെ സംഘടിപ്പിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, പുലിക്കളി, ശിങ്കാരിമേളം, തെയ്യമടക്കമുള്ള പല കലാരൂപങ്ങളും എന്തായാലും ഇന്നും ഇവിടെ ഉണ്ടാകും. അതിന്റെ ഭാഗമായി നിരവധി ആളുകൾ അത് കാണാനായി ഇതിനും തന്നെ തൃപ്പൂണിത്തുറയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലാകെ ഇപ്പോൾ ആളുകളെല്ലാം തന്നെ ഒഴുകിയെത്തുന്നുണ്ട്. ഓരോയിടത്തും അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നത് തന്നെയാണ് രാവിലെ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച. അതുകൊണ്ട് അത്തരം മാറ്റി കുറയ്ക്കാതെ തന്നെ ഈ ഒരു ആഘോഷം നമുക്ക് അത്തം ഘോഷയാത്ര ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് തൃപ്പൂണിത്തുറയിൽ നൽകാൻ പറ്റുന്ന വിവരം. എന്തായാലും ഈ ഒരു തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി. ഇനി 8:30 തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഉണ്ടാവുക. ഈ ഞാനീ നിൽക്കുന്ന ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഇതിന് തന്നെ ഈ എക്സിബിഷൻ സ്റ്റാളുകൾ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കളിക്കോപ്പുകളുണ്ട്. അങ്ങനെ വർണ്ണാഭമായി തന്നെ ഈ 10 ദിവസവും അതിന്റെ ആഘോഷം ഉണ്ടാകും. ഗോകുൽ, നിതിൻ, കാര്യമായ ഗതാഗത നിയന്ത്രണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു തൃപ്പൂണിത്തുറ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും. അതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? മെട്രോ ഒക്കെ കൂടുതലായി ആശ്രയിക്കണം എന്ന് പോലീസിന്റെ അഭ്യർത്ഥന ഉണ്ടായിരുന്നു ഇന്നലെ. തീർച്ചയായും ഗോകുൽ, ഗതാഗത നിയന്ത്രണം ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. കോട്ടയം വഴി വരുന്ന വാഹനങ്ങൾ മുളന്തുരുത്തിൽ നിന്നും സീപോർട്ട് എയർപോർട്ട് വഴി മുന്നോട്ട് പോകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് പരമാവധി ആളുകൾ മെട്രോ സൗകര്യം ഉപയോഗിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, തൃപ്പൂണിത്തുറയിലെ ഒരു ഗതാഗത കുരുക്ക് അതെപ്പോഴും ഈ പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾക്ക് വലിയ തലവേദനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗതാഗത നിയന്ത്രണം നേരത്തെ ഒരാഴ്ച മുൻപ് ചേർന്ന യോഗത്തിൽ നിശ്ചയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അത്തരത്തിൽ നഗരത്തിലുടനീളം ഇപ്പോൾ വൈറ്റില ഭാഗത്ത് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഈ പേട്ടയിലേക്കോ തൃപ്പൂണിത്തുറയെ പ്രവേശിക്കാതെ നേരെ വൈറ്റില കുണ്ടന്നൂർ വഴി കടക്കണം. ഹൈവേയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ അങ്ങനെ കടക്കണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഇതിനും തന്നെ ഒരുക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു ക്രമീകരണം ഒരുക്കുമ്പോൾ തന്നെ ആളുകൾ പോലീസ് അടക്കം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മെട്രോ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ സഹകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഗതാഗത കുരുക്കൊക്കെ ഒഴിവാക്കി ഒരു സുഗമമായി തന്നെ പോലീസ് സംവിധാനങ്ങൾക്കെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം പൊതുജനങ്ങളും ഒരുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട്. ഗോകുൽ, തീർച്ചയായും. ഏതായാലും അത്തം നഗറിൽ അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. 9 മണിയോടുകൂടിയാണ് പതാക ഉയർത്തലും പിന്നീട് ഘോഷയാത്രയും നടക്കുക. വർണ്ണാഭമായ കാഴ്ചകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ തോതിൽ അതിനൊരു
ചുരുക്കുന്നുണ്ടെങ്കിൽ പോലും, അങ്ങനെ ചുരുക്കിയെന്ന് പറയാൻ പറ്റില്ല, വലിയ ആഘോഷം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ വർണ്ണപ്പകിട്ട് ഒട്ടും കുറയാതെ ഒരു അതിജീവനത്തിൻ്റെ സന്ദേശം നൽകുന്ന ഈ അത്തച്ചമയ ഘോഷയാത്ര, അത് രാജാവിൻ്റെ വിജയാഘോഷത്തിൻ്റെ ഒരു സ്മൃതി ഉണർത്തുന്നതാണെങ്കിൽ പോലും നമ്മളുടെ ഒരു അതിജീവനത്തിൻ്റെ അടയാളം കൂടിയായി മാറുകയാണ് ഇത്തവണ.